ജെബി മേത്തർ അവർ എല്ലാ ബ്ലോക്കുകളിലും വളരെ ഗംഭീരമായി തന്നെ കാസർഗോഡ് മുതൽ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനാപുരം ജില്ലകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ബഹുമാനിയായ ജെബി മേത്തർ അവരുടെ എന്ത് പറഞ്ഞാണ് നമുക്ക് ആശംസിക്കുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. ഏറ്റവും താഴെ തട്ടിൽ നിന്നും തുടങ്ങി നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ജെബി മേത്തർ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു വഹീദ, ലാലി ജോൺ, ജയലക്ഷ്മി ദത്തൻ, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, സമയം ഒരുപാട് അതിക്രമിച്ചു പോയിരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയാൻ പറ്റാതെ അത് ക്ഷമിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് നമ്മുടെ പല ബ്ലോക്കുകളിൽ പോയി ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, വാർഡ് പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരിയായ സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ UDF-ന്റെ ചെയർമാൻ രാധാമോഹൻ അവർകൾ, കണ്ണൂർ സുരേഷ്, ജ്യോതികുമാർ ചാമക്കാല, പുതിയതായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, എല്ലാവരോടും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനിയും ആദരണീയമായ MP ഇന്ന് നമ്മളിലേക്ക് നമ്മളെ കാണാൻ, നമ്മളെ ഓരോരുത്തരെയും കാണുവാനും നമ്മളോട് സംസാരിക്കാനും വേണ്ടിയാണ് ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ നിന്നും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ MP നമ്മളിലേക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അധിഷ്ഠാനപ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനിയെയും ആദരണീയമായ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ അവരുടെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളു. അനുഗ്രഹ ആശീർവാദങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഇതുവരെയും നമുക്ക് പുനഃസംഘടന പറഞ്ഞ ഡേറ്റിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി 93 ബ്ലോക്കുകളിൽ മുഴുവനായും മണ്ഡല ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയെയും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിൽ ഇപ്പോൾ ഇന്ന് രാവിലെ പൂർത്തിയാക്കിയ പത്തനംതിട്ട ജില്ലയാണ്. ലാലിച്ചേച്ചി നിങ്ങളുടെ ഇൻചാർജ് വരുന്ന ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിൽ ആദ്യമായി മുഴുവൻ മണ്ഡലങ്ങളിലും ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയെയും പൂർത്തീകരിച്ചിട്ടുള്ളൂ. കൊല്ലത്ത് ഓച്ചിറയാണ് ഏറ്റവും ആദ്യം പൂർത്തീകരിച്ചത്. ഏകദേശം 12ഓളം ബ്ലോക്കുകൾ കൊല്ലം ജില്ലയിൽ പൂർത്തീകരിച്ചു. പക്ഷെ പത്തനാപുരത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചെയ്തു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരിമാർ നിങ്ങളുടെ പ്രദേശത്തെ വാർഡുകളിൽ വാർഡ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന ജനദ്രോഹ നടപടികളും അതുമൂലം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ, വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ അതിനെതിരെ ഓരോ വാർഡിലും നമ്മുടെ സഹോദരിമാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന 2023
പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് എന്നും നമുക്കറിയാം. ഇതിനെതിരെ എല്ലാം സ്ത്രീ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുടെയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ സജ്ജമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം പറയുകയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ആദ്യം തന്നെ ഞാൻ അറിയിക്കട്ടെ. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. 2 കാര്യങ്ങളാണ്. ഒന്ന്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മുതൽ 1500ഓളം മണ്ഡലം പ്രസിഡന്റുമാരും 10,000ഓളം ബ്ലോക്ക് ഭാരവാഹികളെയും നമ്മൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള കാലയളവിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മഹിളാ കോൺഗ്രസിന്റെ അവസാനഘട്ട പുനഃസംഘടന, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പുനഃസംഘടനയായ മണ്ഡലം ഭാരവാഹികളും വാർഡ് കമ്മിറ്റി രൂപീകരണവുമാണ്. അതിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്നലെ രാത്രിയോടെ 93 ബ്ലോക്കുകളിൽ മുഴുവനായും മണ്ഡലം ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയെയും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇവിടെയുള്ള ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചേട്ടന്റെയും MM നസീർക്കാരുടെയും ഫോണിലേക്ക്, പ്രേമിന്റെയും ഫോണിലേക്കൊക്കെ എല്ലാ ദിവസവും അതിന്റെ ഏതൊക്കെ ബ്ലോക്കുകൾ പൂർത്തീകരിച്ചു എന്നുള്ള ലിസ്റ്റ് വരെ അവരുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഓച്ചിറയാണ് ഏറ്റവും ആദ്യം പൂർത്തീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചൽ ബ്ലോക്കിന്റെ ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോ ബ്ലോക്ക് പ്രസിഡന്റ് അവകാശപ്പെടുന്നത് ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു. എന്തായാലും അപ്പൊ ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാദം കണക്കിലെടുത്തുകൊണ്ട് 99% പൂർത്തീകരിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റിന് നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. പക്ഷെ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് കുറച്ച് കർക്കശക്കാരി ആയതുകൊണ്ട് അത് കയ്യിലേക്ക് കിട്ടിയാൽ മാത്രമേ മുഴുവനായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചു. 1 ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞത്. നടന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും ജില്ലാ ഭാരവാഹികളുടെയും ചാർജ് എടുക്കുന്ന കൺവെൻഷനിൽ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം എറിഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും നമ്മൾ വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന മനോഹരമായ വാഗ്ദാനമാണ് ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന് നൽകിയത്. അത് തീർച്ചയായും സാധ്യമാകും. അത് സാധ്യമാകാൻ പോകുന്നത് ഡിസംബർ മാസം ആദ്യവാരം എറണാകുളത്ത് വേണ്ടി വരുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ സമയത്തും ഈ ആവേശത്തോടു കൂടി ഇവിടെ ഈ ഉത്സാഹിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പ്രദേശത്തുള്ളവരെയും കൂട്ടി രാഹുൽജിയെ കാണാൻ വേണ്ടി നിങ്ങൾ എറണാകുളത്തെ കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാല ചേട്ടൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതിന്റെ സ്വാഭാവികമായും അതിന്റെ ചെലവിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് KPC അറിയിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്? നമ്മൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് ഇന്ന് ഓരോ വാർഡിലും സഹോദരിമാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ അമ്മമാരുടെ ജീവിത സമ്പാദ്യമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ അവരിൽ ഒരാളെ പോലും, ഒരു ഇരയെ പോലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ED ചോദ്യം ചെയ്യലിന് വിധേയനായ MK കണ്ണനെ മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വേട്ടക്കാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമല്ല എന്നുള്ളതും വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം. അഴിമതിയുടെ കഥകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരക്ഷരം മിണ്ടാതെ ഒളിച്ചു കളിക്കുന്ന, തട്ടിപ്പുകാർക്ക് കൂട്ടിരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ KN ബാലഗോപാൽ. മാസപ്പടി വിവാദത്തിൽ 1.25 കോടി രൂപ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ song mixed by DJ CNC.
ഒഴിച്ചെടുത്തേ ട്രാക്ക് മാറ്റി കുടുംബമാണ് ഗാന്ധി കുടുംബം, അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ വളർത്തിയെടുത്ത കുടുംബമാണ് ഗാന്ധി കുടുംബം. എന്നാൽ ഒരുപാട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഒന്ന് മാത്രമാണ് മേത്തർ കുടുംബം എന്ന് വിനയപുരസ്സരം അത് തിരുത്തി പറഞ്ഞ വ്യക്തി. കുട്ടിക്കാലത്തെ കളിചിരികൾക്കും അപ്പുറം കുടുംബത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ കേട്ടു വളർന്ന KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി, KPCC സെക്രട്ടറിയായി, നിലവിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായി നമ്മെ നയിക്കുന്ന അയൺ ലേഡി. 1980 ശേഷം കേരളത്തിൽ നിന്നും ആദ്യമായി രാജ്യസഭയിലെത്തിയ വനിത എന്ന ഒറ്റ ലേബൽ മതിയാകും അഡ്വക്കേറ്റ് ജബി മേത്തർ അവരുടെ കരുത്ത് മനസ്സിലാക്കാൻ. ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അമരക്കാരിയായ അഡ്വക്കേറ്റ് ജബി മേത്തർ മാഡത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എനിക്കും
എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്കും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനുള്ള ഊർജവും ഇന്ധനവും അതിനുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങളുടെ വരവിന് 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മുതൽ 1500ഓളം മണ്ഡലം പ്രസിഡന്റുമാരും 10,000ഓളം ബ്ലോക്ക് ഭാരവാഹികളെയും നമ്മൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള കാലയളവിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അത് സാധ്യമായത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ പ്രസിഡന്റുമാർക്കും ജില്ലാ ഭാരവാഹികൾക്കും ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും ഉണ്ടായതുകൊണ്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ അനുഗ്രഹ ആശീർവാദങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമുക്കത് സാധ്യമായത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പുനഃസംഘടന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളും വാർഡ് കമ്മിറ്റികളുമാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഇവിടെ ഈ ചിതറ ബ്ലോക്കിലത്തെ ബ്ലോക്ക് പ്രസിഡന്റിനെയും ആ ബ്ലോക്ക് പ്രസിഡന്റ് സുൽഫ ടീച്ചറിനെയും സഹപ്രവർത്തകരെയും അതിനെല്ലാ സഹായ സഹകരണവും നൽകിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം കൊല്ലം ജില്ലയിൽ രണ്ടാമതായി പൂർത്തീകരിച്ചത് ചിതറ ബ്ലോക്കാണ്. നിങ്ങൾ പ്രയത്നിച്ചു, നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റും അത് അവിടെ ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നതാണ്. പക്ഷെ അദ്ദേഹം ആ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇവിടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും എല്ലാവിധ സഹായ സഹകരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബേട്ടൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വരവിന് 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. പക്ഷെ ഞങ്ങളൊരു എറണാകുളത്ത് എത്തിയപ്പോൾ ഏതെങ്കിലും വാർഡിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ നിങ്ങളത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും ചാർജ് എടുക്കുന്ന കൺവെൻഷൻ എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം എറിഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത്, മഹിളാ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്ന മനോഹരമായ വാഗ്ദാനമാണ് ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന് നൽകിയത്. അത് തീർച്ചയായും സാധ്യമാകും. അത് സാധ്യമാകാൻ കാരണക്കാര് ചിതറയിലെ സഹോദരിമാരാണ്. കാരണം നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപീകരിച്ച ബ്ലോക്കുകളിൽ പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 100ഓളം ബ്ലോക്കിൽ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ മാതൃകയായിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് ഡിസംബർ മാസം ആദ്യവാരം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും വൈരത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ, അതേപോലെ തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ, വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ, ആ വിലക്കയറ്റമൊന്നും പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാരെ ഓരോ വാർഡിലും സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി MP വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടി മഹിളാ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, മഹിളാ കോൺഗ്രസിന് വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ ശക്തി. അത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ എനിക്കും എന്നോടൊപ്പം വന്നവർക്കുമുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിനുള്ള ഊർജവും ഇന്ധനവും അതിനുള്ള നന്ദി ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും രേഖപ്പെടുത്തുകയാണ്. ഞാൻ വെറുവാക്ക് പറയല്ല, ചടയമംഗലം സത്യത്തിൽ വലിയ പ്രതീക്ഷയാണ്
പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് ഞങ്ങളിലേക്ക് എത്തി. പക്ഷേ അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഉടനെ തന്നെ അത് പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും ഹൃദയത്തിനുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനും. ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും ചാർജ് എടുക്കുന്ന കൺവെൻഷനിൽ ഇവിടെ സ്വാഗതം ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം എറിഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത് മഹിളാ ഓരോരുത്തരുടെയും സഹോദരനും മകനുമായ ശ്രീ രാഹുൽ ഗാന്ധിയെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന മനോഹരമായ വാഗ്ദാനമാണ് ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന് നൽകിയത്. അത് തീർച്ചയായും സാധ്യമാകും. അത് സാധ്യമാകാനുള്ള കാരണക്കാർ ചടയമംഗലത്തെ സഹോദരിമാര് തന്നെയാണ്. കാരണം നിങ്ങൾ ഈ വാർഡ് കമ്മിറ്റി പൂർത്തീകരിച്ചതോടുകൂടി അഭ്യർത്ഥിക്കുവാനും ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുവാൻ അതിനുവേണ്ട സഹായ സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ MM നസീർ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവിടെ നിന്ന് ഏറ്റവും നല്ല പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന മനോഹരമായ ഉറപ്പാണ് മഹിളാ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയ വിജയമാകുന്നതിന് വേണ്ടി തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മൾ വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സ്വജനപക്ഷപാത മുഖമുദ്രയാക്കിയിരിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മുതൽ മണ്ഡലം പ്രസിഡന്റുമാർ 1500ഓളം മണ്ഡലം പ്രസിഡന്റുമാർ വരെയും 10,000ഓളം ബ്ലോക്ക് ഭാരവാഹികളെയും നമ്മൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള കാലയളവിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അത് സാധ്യമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹവും നിശ്ചയദാർഢ്യവും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ പ്രസിഡന്റുമാർക്കും ജില്ലാ ഭാരവാഹികൾക്കും ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും ഉണ്ടായതുകൊണ്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ ഡേറ്റിൽ പുനഃസംഘടന പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനഘട്ട പുനഃസംഘടനയായ മണ്ഡലം ഭാരവാഹികളും വാർഡ് കമ്മിറ്റിയുമാണ്. ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിലെ 100 ബ്ലോക്ക് ഏകദേശം 100ഓളം ബ്ലോക്കുകളിൽ നമുക്ക് മുഴുവനായും മണ്ഡലം ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയെയും രൂപീകരിക്കാൻ സാധിച്ചു. വാർഡ് കമ്മിറ്റികളും മണ്ഡലം ഭാരവാഹികളെയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കൊല്ലം ജില്ലയിൽ 13 ബ്ലോക്കുകൾ പൂർത്തീകരിച്ചു. അതായത് കൊല്ലം ജില്ലയിൽ ഇവിടെ നമുക്ക് നമ്മുടെ MP ആണുള്ളത്. നമ്മുടെ MP ശ്രീ കൊടിക്കുന്ന് സുരേഷിന്റെ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന MP-യുടെ ഭൂരിപക്ഷം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾക്ക് മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കാനും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾക്ക് മഹിളാ കോൺഗ്രസ് വീട്ടിൽ കയറി തയ്യാറെടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു നിയോജകമണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സ്വജനപക്ഷപാതം ഒരു മുഖമുദ്രയാക്കിയിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലം വരെയുള്ളവർ അഴിമതിയുടെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഏത് അഴിമതി എടുത്തു നോക്കിയാലും അത് മാസപ്പടി വിവാദമാണെങ്കിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണെങ്കിലും PPE കിറ്റിന്
11 മണി മുതൽ ഇത്രയും സഹോദരിമാർ കോൺഗ്രസിന്റെ കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയോടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ ശക്തി. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി എനിക്കും എന്നോടൊപ്പം വന്ന സഹപ്രവർത്തകർക്കും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനുള്ള ഊർജവും ഇന്ധനവും ഇത് തന്നെയാണ്. അതിനുള്ള നന്ദി നിങ്ങളോട് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. മുതൽ 1500ഓളം മണ്ഡലം പ്രസിഡന്റുമാരെയും 10,000-ഓളം വാർഡ് ബ്ലോക്ക് ഭാരവാഹികളെയും നമ്മൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മഹിളാ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയും മണ്ഡലം ഭാരവാഹിയോടുകൂടി 100 ബ്ലോക്കുകളിൽ, കേരളത്തിലെ 100 ബ്ലോക്കുകളിൽ നമുക്ക് മുഴുവനായും മണ്ഡലം ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. പൂർത്തീകരിച്ചു എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നതും ജില്ലാ പ്രസിഡന്റിന് കൈമാറിയെന്ന് പറയുന്നു. പക്ഷെ എല്ലാം വളരെ നിഷ്കർഷിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് 99% അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരുന്നു. 1% സംഭവം എന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മുഴുവനായിട്ട് 100% ഞാൻ രേഖപ്പെടുത്തുകയുള്ളൂ. ഏതായാലും ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യം, ഞങ്ങൾ ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം എറിഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത്, മഹിളാ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നേതാവ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രകാശവുമായ ശ്രീ രാഹുൽ ഗാന്ധിയെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന തീരേണ്ടതാണ്. ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് ജെബിയെ വിളിക്കുമ്പോൾ 8:30-ക്കും 9 മണിക്കുമൊക്കെ ഉത്സാഹിന്റെ പരിപാടിയിൽ തൃശ്ശൂരൊക്കെ പങ്കെടുക്കുന്നതായി, അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഫോണൊക്കെ എടുക്കുന്ന ആളുകൾ പറയാറ്. അപ്പോൾ അത്ര വൈകിയാണെങ്കിലും ഒരു ദിവസം തീരുമാനിച്ച എല്ലാ ബ്ലോക്ക് യോഗങ്ങളും പൂർത്തിയായാണ് ഉത്സാഹം മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ ദൗത്യം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ എല്ലാം മുൻസംഘടനയ്ക്ക് ശേഷം എറണാകുളത്ത് വെച്ച് ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം പങ്കെടുത്ത, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം നടത്തി. അതിനുശേഷമാണ് ഉത്സാഹം ആരംഭിച്ചത്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ അതിൻ്റെ ഭാഗമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഈ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഈ ചുമതലകളിലേക്ക് വരുന്ന നിങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുമാന്യനായ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി സമാപനം നടത്തുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കർണാടകത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ അവിടുത്തെ KSRTC തന്നെയാണ് സ്ത്രീകൾക്ക് യാത്ര സൗകര്യമാക്കുന്ന ശക്തി പ്രോഗ്രാം ഒരു കാര്യമായി. അതുപോലെ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 10 കിലോ അരി സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി, 5 ആളുകൾക്ക് 50 കിലോ അന്നഭാഗ്യം. അടുത്തത് വനിതകൾക്ക് മാത്രമാണ്. ഓരോ കുടുംബത്തിലെയും വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 2500 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പദ്ധതി ഗൃഹലക്ഷ്മി. കുട്ടികൾ പഠനം പൂർത്തിയായ ഡിഗ്രി കഴിഞ്ഞവർ കുട്ടികൾക്ക് ജോലി കിട്ടുന്നത് വരെ, ഡിഗ്രി കഴിഞ്ഞവർക്ക് 2000 രൂപ ജോലി കിട്ടുന്നത് വരെ
ഈ 4 ഗ്യാരണ്ടികളും നമ്മുടെ യാഥാർത്ഥ്യമാണ്. 2500 രൂപ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മൈസൂരിൽ വന്നാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം നിക്ഷേപിക്കുന്ന ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞ മാസം. ഞാൻ പുതിയ കണക്കെടുത്ത് അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡിയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 62 ലക്ഷം സ്ത്രീകളാണ് സൗജന്യമായി യാത്ര ചെയ്യുന്നത് കർണാടകയിൽ KSRTC. 62 ലക്ഷം സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്തു. അതുപോലെ അന്നഭാഗ്യയും വൈദ്യുതി സൗജന്യം എല്ലാം നടക്കില്ല. ഇപ്പൊ തെലങ്കാനയിൽ നമ്മൾ 6 ഗ്യാരണ്ടി കർണാടക മാതൃകയിൽ തന്നെ. സംസ്ഥാന ഭാരവാഹി മുതൽ വാർഡ് കമ്മിറ്റി ഭാരവാഹി വരെ സംഗമിക്കുന്ന മഹാസംഗമമായ ഉത്സാഹിലേക്ക് നിങ്ങളെ നേരിട്ട് ക്ഷണിക്കുവാനും നിങ്ങളോടൊപ്പം ഇവിടുത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരെയും കൂട്ടി അവിടെ എത്തിച്ചേരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇതിന്റെ യാത്രാ ചെലവിനെ കുറിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചത്? നമ്മുടെ ഈ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചത് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും നരേന്ദ്രമോദി എടുക്കുന്ന തെറ്റായ നയങ്ങളും തീരുമാനങ്ങളും മൂലം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ, വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സഹോദരിമാരെ ഓരോ വാർഡിലും വീട് കയറി ഇറങ്ങി ഫാസിസ്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ പ്രചരണം നടത്തുവാൻ നമ്മുടെ സഹോദരിമാരെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ MP പ്രദേശത്തിന് വേണ്ടി യോജനകളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സ്വജനപക്ഷപാത മുഖമുദ്രയാക്കിയിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ളവർ അഴിമതിയുടെ കണ്ണികളാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മാസപ്പടി വിവാദമാണെങ്കിലും, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസാണെങ്കിലും, PPE കിറ്റ് ആണെങ്കിലും, AI ക്യാമറയാണെങ്കിലും എല്ലാ
ഇവിടെ നടക്കുന്നത് ഞാൻ അധ്യക്ഷയുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു വാക്കും ഞാൻ ഇനി കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നില്ല. കാരണം സംഘടനയുടെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഐക്യത്തോടെയും ഒരുമയോടെയും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരോടും മഹിളാ കോൺഗ്രസും എല്ലാവരും, യൂത്ത് കോൺഗ്രസും എല്ലാവരും ഒരുമിച്ച് ചേരുന്ന നമ്മുടെ കുടുംബം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വിജയഗാഥകളും പടവുകളും കയറുന്നത്. തീർച്ചയായും ഈ ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റിനെ വീരസജയെയും സഹപ്രവർത്തകരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ വിനോദേട്ടനെയൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണെങ്കിലും ഇത്രയും സഹോദരിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇവിടെ കോൺഗ്രസിന്റെ കൂടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം പറയുമ്പോൾ അത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ ശക്തി. അത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ എനിക്കും എന്നോടൊപ്പം വന്ന സഹപ്രവർത്തകർക്കും മുന്നോട്ടുള്ള ഊർജവും ഇന്ധനവും അതിനുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ട് അഭിമാനിക്കാം. കാരണം കേരളത്തിലെ ഏകദേശം 4 ബ്ലോക്കുകളാണ് ആ പറഞ്ഞ ഡേറ്റിൽ പൂർത്തീകരിച്ച് തന്നത്. അതിൽ ഒരു ബ്ലോക്ക്, അത് കൊല്ലം ജില്ലയിലെ 1ാമത് എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിലെ തന്നെ 4 ബ്ലോക്കുകളിലെ ഒരു ബ്ലോക്കായി ഓച്ചിറ മാറി എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇനി ഏതെങ്കിലും വാർഡുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം എന്ന് ആവശ്യപ്പെടാനാണ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം നല്ല ഉത്സാഹപ്പെടുന്നു. 1, 2, 3 സ്റ്റാർട്ട്.